ഈ വർഷം മുഴുവൻ സന്തോഷത്തോടെ, റാഹത്തോടെ, സമാധാനത്തോടെ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ അസുഖങ്ങൾ, കടങ്ങൾ, മറ്റു ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ അല്ലാഹു തആല എല്ലാത്തിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബിസ്മി എഴുതേണ്ട രൂപം, അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് പൂർണ്ണമായി സ്വീകരിക്കപ്പെടാനും ഫലം ഉറപ്പാകാനും മഹാനായ ശർവാനി ഇമാം രേഖപ്പെടുത്തിയ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞ ചില വിഷയങ്ങളും ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുകയാണ്. എല്ലാ ആളുകളും പൂർണ്ണമായി കേൾക്കുക. ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് എഴുതുന്നതിൻ്റെ വീഡിയോ ദൃശ്യവും കൂടി നിങ്ങളെ കാണിച്ച് അവസാനിപ്പിക്കാം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഈ ബിസ്മിയുടെ കാവൽ ഈ വർഷം മുഴുവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഔലിയാക്കളായ ആരിഫീങ്ങളായ ആളുകൾ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് ഇത്. കറകളഞ്ഞ വിശ്വാസം എല്ലാത്തിനും പുറമെ നമുക്ക് വേണം. ഒരിക്കലും പരീക്ഷണാർത്ഥമാണ് ഇത് എഴുതുന്നത് എങ്കിൽ ഇതിനൊരിക്കലും ഫലം ലഭിക്കുകയില്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യമായി ബിസ്മി എഴുതുന്നതിന് മുമ്പ് ഒരു വുളു എടുക്കുക. പൂർണ്ണമായി ഒരു വുളു എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ശേഷം ഖിബലയ്ക്ക് മുന്നിട്ടിരുന്ന് വൃത്തിയുള്ള, നല്ല ശുദ്ധിയുള്ള ഒരു സ്ഥലത്തിരുന്ന് വെള്ളക്കടലാസെടുത്ത് കറുത്ത മഷി ഉപയോഗിച്ച് എഴുതുക. കറുത്ത മഷി തന്നെ വേണമെന്നില്ല, നല്ലതാണ്. ഏതെങ്കിലും ഒരു മഷി എടുത്ത് വെള്ളക്കടലാസിൽ എഴുതുക. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉച്ചരിക്കാതിരിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാതിരിക്കുക. ഇതാ ഞാൻ എഴുതിയ ബിസ്മി ഇതാണെന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാതിരിക്കൽ ഇതിൻ്റെ ഒരു അദബിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ സൂര്യപ്രകാശം കാണിക്കാതിരിക്കുക. അല്ലാഹുവിൻ്റെ റിള, അവൻ്റെ പ്രീതി മാത്രം ഇതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുക. അതുപോലെ തന്നെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പുള്ളിയിടാതിരിക്കുക, ഷദ്ദ് ഇടാതിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് വീഡിയോ കാണിച്ചു തരാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അതുപോലെ തന്നെ ഇരുമ്പ് തട്ടാതിരിക്കുക. നമ്മൾ എഴുതിയത് ഇരുമ്പ് തട്ടാതിരിക്കുക. അക്ഷരങ്ങൾ മാഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ഒരു കടലാസിൽ നല്ല മഷി ഉപയോഗിച്ച് എഴുതണം. അസറിൻ്റെ ശേഷം പരമാവധി ഒഴിവാക്കുക. അസറിൻ്റെ സമയം നമ്മൾ എഴുതിയില്ലെങ്കിൽ ഇനി അസറിൻ്റെ സമയം കൂടി ഉള്ളൂ എങ്കിൽ ആ സമയത്ത് എഴുതുക. പരമാവധി അസറിൻ്റെ ശേഷം എഴുതാതിരിക്കുക. എന്നാൽ ഫലം ഉറപ്പാണ് എന്ന് മഹാനായ ശർവാനി ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എഴുതുന്ന ദിവസം നോമ്പെടുക്കൽ പ്രത്യേകം നല്ലതാണ്. അതിൻ്റെ സ്വീകാര്യത കൂടുമെന്ന് മഹാനായ ശർവാനി ഇമാം രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ എഴുതുന്ന സമയത്ത് സംസാരം ഒഴിവാക്കുക എന്നതും പ്രധാനമാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ എഴുതി വെച്ചതുണ്ട്, അത് പ്രത്യേകം നമ്മൾ സൂക്ഷിച്ചു വെക്കുക. ഇനി സൂക്ഷിച്ചു വെക്കാൻ പ്രയാസമുണ്ട് എങ്കിൽ അത് കത്തിച്ച് കളഞ്ഞ് അതിൻ്റെ ചാരം ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കുക എന്നുള്ളതാണ്. അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ബിസ്മി എഴുതുന്നതിൻ്റെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 1 നമ്പർ ഇടുക, എന്നിട്ട് ആദ്യത്തേത് എഴുതുക. നമ്പർ ഇട്ട് എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ആദ്യം ബിസ്മിയിലെ ബ എഴുതി, സീൻ എഴുതി, മീം എഴുതി, അലിഫ് എഴുതി, ലാം എഴുതി, ലാം എഴുതി, ഹ എഴുതി. ബിസ്മില്ലാഹി. ഇനി അർ-റഹ്മാൻ, അലിഫ്, ലാം, റാ, ഹ, മീം, നൂന്. അർ-റഹീം എന്നതിൽ അലിഫ്, ലാം, റാ, ഹ, യാ, മീം, മൊത്തം 19 അക്ഷരങ്ങളാണ് ഉണ്ടാവുക. ഇത് താഴോട്ട് 2 എഴുതിയിട്ട് പിന്നീടും അങ്ങനെ 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓരോ അക്ഷരങ്ങളും വേർതിരിച്ച് ഓരോന്നായി എഴുതുക. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫതഹ്, ലൊമ്മ്, കസ്ർ, ഷദ് തുടങ്ങിയിട്ടുള്ള ഹർക്കത്തുകളൊന്നും ഇടാൻ പാടില്ല. ഇടാതെയാണ് എഴുതേണ്ടത്. എന്നാൽ പുള്ളിയിടുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ 2 അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പുള്ളിയിട്ടും എഴുതാം. ബാഇന്, അതുപോലെ യാഇന്, നൂനിനൊക്കെ പുള്ളിയിട്ടും പുള്ളിയിടാതെയും എഴുതാം. ബാഇന് പുള്ളിയിടുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അപ്പോൾ പുള്ളിയിട്ട് എന്ന് കരുതി പ്രശ്നമില്ല, പുള്ളിയിടാതെ എഴുതിയാലും പ്രശ്നമില്ല, രണ്ടും പറ്റും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വുളു ഉണ്ടായിരിക്കുക. വുളു എഴുതുന്നതിൻ്റെ ഇടയിൽ വുളു മുറിഞ്ഞു പോയാൽ വീണ്ടും വുളു എടുത്ത് വന്ന് എഴുതിയാൽ മതി, അതുകൊണ്ട് പ്രശ്നമില്ല. അതുപോലെ തന്നെ നല്ല സ്ഥലങ്ങളിൽ വെച്ച് എഴുതുക. എഴുതിയതിന് ശേഷം സൂക്ഷിക്കുമ്പോഴും നല്ല സ്ഥലത്ത് സൂക്ഷിക്കുക. വാതിലിൻ്റെ മേലെയായിട്ടോ അല്ലെങ്കിൽ ഷോക്കേസിലോ അല്ലെങ്കിൽ അലമാറയിലൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന നല്ല ഇടങ്ങളിൽ വെക്കുക എന്നുള്ളത് പ്രധാനമാണ്.
നേരത്തെ പറഞ്ഞല്ലോ, ആകെ 19 അക്ഷരങ്ങളാണ് ഉണ്ടാവുക. 19 അക്ഷരങ്ങൾ കുറഞ്ഞു പോകരുത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അർ-റഹ്മാനി എന്നുള്ളതിൽ, അർ-റഹ്മാനി റഹീം എന്നതിൽ അർ-റഹ്മാൻ എന്നുള്ളതിൽ ഒരു അലിഫ് ഇട്ട് എഴുതി പോകരുത്. അത് തെറ്റാണ്. അലിഫ് ഇടാതെ നമ്മൾ എഴുതണം. അലിഫ് ഇടാതെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകും: അലിഫ്, ലാം, റാ, ഹ, മീം, നൂന്. അർ-റഹ്മാനി. അവിടുത്തെ അലിഫ് ഇല്ലാതെ എഴുതുന്നതാണ് ശരിയായ രൂപം എന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഈ രൂപത്തിൽ ബിസ്മി 113 തവണ എഴുതി പേഴ്സിലോ മറ്റോ ഒക്കെ സൂക്ഷിക്കുക. ഒരു വർഷം മുഴുവൻ നമുക്ക് കൂടെ കൊണ്ട് നടക്കുക. എന്നാൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ, ശാരീരികമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മനസ്സമാധാനമില്ലായ്മ, ഇതിൽ നിന്നൊക്കെ അല്ലാഹു തആല നമുക്ക് കാവൽ നൽകും. ബിസ്മിയുടെ എല്ലാവിധ ഫളുലും നമുക്ക് ലഭിക്കും. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാർ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ പറഞ്ഞു തന്ന വലിയൊരു സൽക്കർമ്മമാണിത്. അതുകൊണ്ട് തന്നെ പരീക്ഷണാർത്ഥം എഴുതുക എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് മാറി നല്ല ദൃഢമായ വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, ഇതിൻ്റെ ഫലം എനിക്ക് ലഭിക്കും എന്ന പൂർണ്ണമായ വിശ്വാസത്തോടു കൂടെ നമ്മൾ എഴുതണം. എന്നാൽ നമുക്കത് ലഭിക്കും. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായി ചോദിക്കാം. കഴിഞ്ഞ വർഷം എഴുതിയതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഫലങ്ങൾ ഇതുകൊണ്ട് ലഭിച്ചിട്ടുണ്ട്. പല ആളുകൾക്കും വീടില്ലാത്തവർക്ക് വീടുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കടങ്ങൾ വീടിയവരുണ്ട്, രോഗങ്ങൾ ശിഫയായവരുണ്ട്. ഇങ്ങനെ ഒരുപാട് മക്കളില്ലാത്തവർക്ക് മക്കളെ ലഭിച്ചതുണ്ട്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. നിങ്ങളിൽ തന്നെ പലർക്കും അതുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ അനുഭവങ്ങളുള്ള ആളുകൾ കമൻറ്റിലൂടെ അത് അറിയിക്കുക. മറ്റുള്ളവർക്ക് അത് വലിയ പ്രചോദനവും വിശ്വാസം വർദ്ധിക്കാനും വലിയ കാരണവും നിമിത്തവുമാകും എന്നതുകൊണ്ട് അനുഭവങ്ങൾ കമൻ്റായി നിങ്ങൾ രേഖപ്പെടുത്തുക. അല്ലാഹു തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.